നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യത്തെക്കാൾ വലിയവരാണ് യേശു കർത്താവ്. നാം യേശുവിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറുവാനിടയായിത്തീരും. ഗോഡ് ഈസ് മൂവിങ് ഓൾ തിങ്സ് ഇൻ യുവർ ഫേവർ. ദൈവം സകലതും അനുകൂലമായി നടത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു അതിൽ എനിക്കൊരു ഫേവർ ഉണ്ടാകുമോ എന്ന്. എന്നാൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകും. എസ്തർ ചാപ്റ്റർ 5:3 പറയുന്നു, എസ്തർ രാജ്ഞിയെ എന്തു വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ? ഒരു രാജാവ് രാജ്ഞിയോട് ചോദിക്കുകയാണ്, നിന്റെ അപേക്ഷ എന്ത്, നിന്റെ ആവശ്യം എന്ത്? അത് നൽകി തരുവാൻ ആ രാജാവിന് കഴിയുമെങ്കിൽ നമുക്ക് വേണ്ടി സകലവും സൃഷ്ടിച്ച, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഫേവറായി തീരാൻ പോകും. ഗോഡ് ഈസ് മൂവിങ് ഓൾ തിങ്സ് ഇൻ യുവർ ഫേവർ. ദൈവം സകലവും അനുകൂലമാക്കി തീർക്കാൻ പോകും. യഹൂദ ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കുവാൻ എല്ലാ പേപ്പറുകളും സൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എസ്തർ രാജ്ഞി ഒരാവശ്യവുമായി രാജാവിന്റെ അടുത്ത് ചെല്ലുകയാണ്. എസ്തർ രാജ്ഞിയും സ്വജനവും രാജാവിന്റെ അടുത്ത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവൾ ദൈവസന്നിധിയിൽ അവളുടെ രാജാതിരാജാവായ ദൈവത്തോട് തന്റെ വിഷയങ്ങൾ അപേക്ഷിച്ചു. അതിനുശേഷം അവൾ രാജാവിന്റെ അടുത്ത് ചെല്ലുന്നു. രാജാവ് അവൾക്ക് വേണ്ടി, ആ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഗോഡ്സ് ഫേവർ, ദൈവത്തിന്റെ ഒരു ഫേവർ നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ പോകും. മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന പല സബ്ജക്റ്റും നിങ്ങൾക്ക് അനുകൂലമായി തിരിയാൻ പോവുകയാണ്. ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. അവൻ നിങ്ങൾ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. എതിരായി നിൽക്കുന്ന രേഖകൾ, ആർഗ്യുമെന്റ്, ജോലിക്കെതിരെ നിൽക്കുന്ന പ്രോബ്ലം, ബിസിനസ്സിനെതിരെ നിൽക്കുന്ന വിച്ച്ക്രാഫ്റ്റ്, അവരുടെ ഫാമിലിക്കെതിരെ നിൽക്കുന്ന ഇഷ്യൂസ്, അവരുടെ സ്പിരിച്വൽ ഗ്രോയിങ്ങിനെതിരെ നിൽക്കുന്ന ഇഷ്യൂസ്, എല്ലാം മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടട്ടെ. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ. Amen. God bless you.